ഓണമെത്തിയാൽ ബാലരാമപുരത്തിന് ഒരു പ്രത്യേക നിറമാണ്, കൈത്തറിയുടെ നിറം. കേരളത്തിൻ്റെ കൈത്തറി പാരമ്പര്യത്തിന് അഭിമാനമാണ് ബാലരാമപുരം കൈത്തറി. ഈ ഓണക്കാലത്ത് ബാലരാമപുരം വീണ്ടും സജീവമാവുകയാണ്. ബാലരാമപുരത്തെ കൈത്തറി തെരുവുകളിലും ശാലിഗോത്ര തെരുവിലും ഓണക്കാലത്ത് വലിയ തിരക്കാണ്. കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങാനെത്തുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തെരുവുകൾ. കൈത്തറിയിൽ നെയ്തെടുക്കുന്ന കേരള സാരികളും സെറ്റ് സാരികളും മുണ്ടുകളും ഷർട്ടുകളും അടക്കം എല്ലാം ഇവിടെ കിട്ടും എന്നതാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടാൻ കാരണം. ഓരോ കൈത്തറി ഉൽപ്പന്നത്തിൻ്റെ പിന്നിലും ഒരു നെയ്ത്തുകാരൻ്റെ അധ്വാനവും പാരമ്പര്യവും കലയുമുണ്ട്. ഓണപ്പൂക്കളവും ഓണക്കോടിയുമൊക്കെ മലയാളികൾക്ക് ഒരു വികാരമാണ്. കൈത്തറിക്ക് മലയാളിയുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ബാലരാമപുരത്ത് എത്തുന്നവർക്ക് ഒരു വസ്ത്രം വാങ്ങുക എന്നതിലുപരി കേരളത്തിൻ്റെ പാരമ്പര്യത്തെ സ്വന്തമാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. ബാലരാമപുരത്തിൻ്റെ കൈത്തറി തെരുവുകൾ വിളിച്ചു പറയുന്നത് ഒരേയൊരു കാര്യമാണ്: ഓണത്തിൻ്റെ യഥാർത്ഥ നിറം നമ്മുടെ സ്വന്തം കൈത്തറിയിലാണ്. ശാലിഗോത്ര തെരുവ് ഇപ്പോൾ ഉത്സവ തിമിർപ്പിലാണ്. ട്രിവാൻഡ്രത്താണ് വരുന്നത്. അപ്പോൾ സിറ്റിയിൽ വന്ന് ബാലരാമപുരത്തേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? അല്ല, ചെറുതനാളെ മുതലേ കേട്ടിട്ടുണ്ട് കൈത്തറി എടുക്കണമെങ്കിൽ ബാലരാമപുരത്ത് വരണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അന്വേഷിച്ചപ്പോൾ ഈ കടയിൽ സ്വന്തമായിട്ട് കൈത്തറി ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. വളരെ ഒരുപാട് സെലക്ഷനുണ്ട്, വളരെ നല്ല സഹകരണമാണ്. അപ്പം എൻ്റെ വാർഡിൽ കുറച്ച് പേർക്ക് ഓണ കോടി എടുക്കണമെന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. എവിടെ പോകുന്നത്? ഓണത്തിന് മുണ്ടാണ് കൊടുക്കുന്നത്. പാൻറ്റില്ലേ, മുണ്ടാണോ ഇഷ്ടം? അത് ശരി, വാങ്ങിച്ചോ? മോൻ്റെ പേരെന്താ? ആതിരവ്. എവിടെ പഠിക്കുന്നത്? SFS. എവിടെ? കല്ലുവത്താങ്കുഴി. അത് ശരി. അപ്പോൾ ഓണത്തിന് മുണ്ടൊക്കെ കൊടുത്തിട്ട് അടിച്ചു പൊളിക്കല്ലേ? അടിച്ചു പൊളിക്കണം കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ ഹാപ്പി ഓണം പറഞ്ഞോളൂ. ഹാപ്പി ഓണം. കുടുംബമായിട്ട് ഞങ്ങൾ തമിഴ്നാട് വള്ളിയൂരിൽ നിന്ന് കൊണ്ടുവന്നവരാണ്. ബാലരാമവർമ്മ മഹാരാജൻ്റെ കാലത്ത് 200 കുടുംബമാണ് ഈ ഗ്രാമത്തിൽ. എല്ലാ വീട്ടിലും ഈ തറിയുടെ ശബ്ദം കേൾക്കുമായിരുന്നു. ഇപ്പോഴൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സർക്കാരൊക്കെ സഹായിക്കുന്നുണ്ടോ? സർക്കാർ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ നിന്ന് പോകുന്നത്. ആലപ്പുഴ അവിടെയൊക്കെ കയർ ഫാക്ടറി, കയർ സ്മാൾ സ്കെയിൽ കയർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, കുടിൽ വ്യവസായമാണ്. പക്ഷേ ഇത് മാത്രം നിന്ന് പോകുന്നു. ഇത് നല്ല പ്രിയമായിട്ട് വരുന്നതാണ്. പക്ഷേ ഇത് പഠിക്കാൻ, തൊഴിൽ ചെയ്യാൻ ആളില്ല. തൊഴിൽ നടത്തിക്കാനോ ഇപ്പോൾ ആളില്ല. എല്ലാവരും ഈ തമിഴ്നാട്ടിൽ നിന്ന് പവർലൂം വാങ്ങിച്ചത്. ഞാൻ മാത്രമേ ഇവിടെ നെയ്ത്തായിട്ട്, ഈ ഗ്രാമത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വെളിയിൽ കുറച്ചൊക്കെ നെയ്ത്തുണ്ട്. ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ കാരണം പാരമ്പര്യമായിട്ടും ഇത് അത് നിന്ന് പോരുന്നില്ല ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ബാങ്കിലായിരുന്നു, റിട്ടയറായി. പക്ഷെ അപ്പോഴേ ആ കണ്ണി അറ്റുപോകാതെ ഭാര്യയാണ് ഇതൊക്കെ കൊണ്ടുപോയത്. അവരും ഒരു നെയ്ത്ത് കുടുംബമാണ്. ബാലരാമപുരം കൈത്തറിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജഭരണകാലത്ത് രാജാവിന് വസ്ത്രം നെയ്യാൻ വേണ്ടിയിട്ട് കുടുംബത്തിന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നവരാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്ന്. അന്ന് മുതൽ ബാലരാമപുരം കൈത്തറിക്ക് ലോകം മൊത്തം പ്രശസ്തമാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് പാലക്കാട് പോയാലും ബാലരാമപുരം കൈത്തറി എന്ന് പറഞ്ഞാണ് അവിടെയും വിൽക്കുന്നത്. അതുപോലെ പല സ്ഥലത്തും ഇന്ത്യയുടെ പല സ്ഥലത്ത് പോയാലും നമ്മൾ ബാലരാമപുരം കൈത്തറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. അതിലുപരി ഇവിടെ ആകുമ്പോൾ അവർ നെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള വിലയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് സാധനം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇവിടെ ആ സമുദായത്തിൻ്റെ ആൾക്കാരാണ് ഇവിടെ അത്രയും കച്ചവടം ചെയ്യണതും നെയ്യണതും എല്ലാം അവർ തന്നെയാണ്. അപ്പോൾ അവർ ആ ഒരു പരമ്പരാഗതമായി അവർ അന്നത്തേനേക്കാളും കുറച്ചുകൂടെ ആധുനികമായി, ഇപ്പം പണ്ട് കൈത്തറിയായിരുന്നു, ഇപ്പോൾ കൈത്തറിയുണ്ട്, പവർലൂമും ഉണ്ട്. ആ രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. അതിന് ആധുനികവൽക്കരിച്ച് സാരിയും പിന്നെ അതിനെ തന്നെ പാവാടയും ബ്ലൗസും
ചുരിദാറും എല്ലാം ആക്കി വിൽക്കണമെന്നുകൊണ്ട് നല്ല സെയിലുണ്ട്, ആളുകൾക്ക് ന്യായമായിട്ട് വാങ്ങിക്കാനും പറ്റുന്നുണ്ട്. ഇവിടെ വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് മലയാളികളുടെ കൈത്തറിയുടെ വിഭവം എന്ന് പറയുന്നത് നമ്മളെ ബാലരാമപുരമല്ലേ. ആ ബാലരാമപുരം കൈത്തറി കൊണ്ട് നിറഞ്ഞത് ഒരു സംഭവമായതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നാൽ എല്ലാ കളക്ഷനും കിട്ടും. കളക്ഷൻ നല്ലതാണ്. പിന്നെ നമുക്ക് എല്ലാ വെറൈറ്റിയും ഉണ്ട്. എന്ത് വേണം നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. വേറൊരു ഓടിപ്പോകേണ്ട ആവശ്യമില്ല. ഒരുപാട് കടകളിവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ പണ്ടത്തെ ബാലരാമപുരം അല്ല, അതിനേക്കാൾ വ്യത്യസ്തമായ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാളെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ ഒരുപാട് ഇത് പ്രിൻ്റഡ് വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ, പിന്നെ ജ്വല്ലറീസ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ പണ്ടത്തെ കാലം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പം പണ്ടുള്ളതിനേക്കാളും ഇപ്പോൾ ഓണം നല്ല വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ പിള്ളേരുടെ ചോദിച്ചാലും പിള്ളേർക്ക് വരും ബാലരടുത്ത് പോകാം, ബാലരടുത്ത് പോയാൽ കളക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ അവൻ്റെ ഇഷ്ടം നോക്കി അങ്ങോട്ട് പറയുന്നത്.